രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻ ജോർജ് CPM വേദിയിൽ. പറവൂരിൽ KK ശൈലജ പങ്കെടുത്ത പ്രതിഷേധ കൂട്ടായ്മയിലാണ് റിനി പങ്കെടുത്തത്. റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്ത് KJ ഷൈനും രംഗത്തെത്തി. KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണവും പിന്നാലെയുള്ള സൈബർ ആക്രമണവും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പെൺകരുത്തെന്ന പേരിൽ CPM പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ പേര് പറയാതെ നടത്തിയ പരാമർശത്തിൽ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായെന്നായിരുന്നു റിനിയുടെ പ്രതികരണം. ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. സൈബർ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച KJ ഷൈൻ റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്തു. റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം. റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉണ്ടായ നുണപ്രചരണം ഓർമ്മപ്പെടുത്തിയായിരുന്നു KK ശൈലജയുടെ ഉദ്ഘാടന പ്രസംഗം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ഈ KK ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല. ഞാൻ നേരിട്ട് വിളിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ ടീച്ചർ, ഞാൻ അങ്ങനെ പറയോ? ടീച്ചറിനെ കുറിച്ച് അതും അവരെ നിഷേധം ഇറക്കി. പക്ഷെ അവരുടെ നിഷേധം ഇറങ്ങുമ്പോഴേക്കും ഈ നുണ കുറേ UDFന്റെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം. പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിനിയുടെ CPM വേദിയിലേക്കുള്ള കടന്നുവരവ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 കൊച്ചി.